നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ വാർത്താ നിമിഷം ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ പ്രതിഷേധം തുടർന്ന് കോൺഗ്രസ്. രാജ്ഘട്ടിൽ സത്യാഗ്രഹം. അദാനിയുടെ പേര് പറയുമ്പോൾ വെപ്രാളം എന്തിനെന്ന് പ്രിയങ്ക ഗാന്ധി. രാഹുലിന്റെ പോരാട്ടം രാജ്യത്തിന് വേണ്ടിയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. അയോഗ്യനായ MP എന്ന് ട്വിറ്റർ ബയോ മാറ്റി രാഹുൽ. സംസ്ഥാനങ്ങളിലും പ്രതിഷേധം. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണത്തിൽ പ്രതിഷേധം. സ്റ്റേഷൻ ഉപരോധിച്ച് നാട്ടുകാർ. സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കും. SI ജിമ്മി ജോസിന് സസ്പെൻഷൻ. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നു വീണു. പരിശീലന പറക്കലിന് തയ്യാറെടുക്കുന്നതിനിടെ തെന്നിമാറിയ അപകടം. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 3 പേരിൽ 2 പേർക്ക് പരിക്ക്. +5 ISROയുടെ LVM-3യുടെ രണ്ടാം ദൗത്യവും വിജയകരം. OneWeb 2 സീരീസിലെ 36 ഉപഗ്രഹങ്ങളും ഭ്രമണപഥത്തിൽ. വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. പെരിയകനാൽ എസ്റ്റേറ്റിൽ ജീപ്പ് തകർത്തത് അരിക്കൊമ്പനെന്ന് സൂചന. അരിക്കൊമ്പനെ പിടികൂടാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് വനം വകുപ്പ്. ജനങ്ങളെ ഉപദ്രവിക്കുന്ന കാട്ടാനകളെ പിടിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് കലാശം പോലെ ഡൽഹി ക്യാപിറ്റൽസും മുംബൈ ഇന്ത്യൻസും നേർക്കുനേർ. മത്സരം രാത്രി 7:30 മുംബൈ ബാബ്രോൺ സ്റ്റേഡിയത്തിൽ.